മാന്യസദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. UPS ടെമ്പറുകുളം 7ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഇന്ന് ശിശുദിനം. ശിശുദിനത്തോടനുബന്ധിച്ച് ഒരു കൊച്ചു പ്രസംഗം അവതരിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നവംബർ 14 ഇന്ത്യയിലെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. 1889 നവംബർ 14 അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. എഴുത്തുകാരനും പ്രഭാഷകനും രാഷ്ട്രീയ ചിന്തകനുമായിരുന്ന അദ്ദേഹം കുട്ടികളുമായി സംവദിക്കാനും കുട്ടികളുമായി ഇടപഴകാനും കുട്ടികൾക്ക് വേണ്ടി എഴുതാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചാച്ചാജി എന്ന് വിളിക്കുന്നത്. സൗന്ദര്യ ആരാധകനും കലാപ്രേമിയുമായിരുന്ന അദ്ദേഹം കുട്ടികളോടുള്ള വാത്സല്യം മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ നവംബർ 14 ശിശുദിനം ആഘോഷിച്ചിരുന്നു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ എന്ന് ചാച്ചാജി വിശ്വസിച്ചിരുന്നു. സന്തോഷത്തോടെ ജീവിക്കാനുള്ള കുട്ടികളുടെ അവകാശങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഓരോ ശിശുദിനവും കടന്നു പോകുന്നത്. എങ്കിലും ഇപ്പോഴും ബാലവേലയ്ക്കും മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്ക് കുട്ടികൾ ഇരയാക്കപ്പെടുന്നു. എങ്കിലും വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത്. ഇന്ത്യയിലെ പാർലമെന്റ് ജനാധിപത്യം കെട്ടിപ്പടുത്തുയർത്താനും പരിപോഷിപ്പിക്കാനും മികച്ച സംഭാവന നൽകിയ രാഷ്ട്രശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ചാച്ചാജി നമുക്ക് വേണ്ടി ഒരുപാട് യാതനകളും വേദനകളും ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. ഈ ജയിൽവാസത്തിനിടയിലും നമുക്ക് വേണ്ടി 3 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. ഇതുപോലെ നമുക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട, ചൂഷണങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന കൂട്ടുകാരെ കണ്ടെത്താനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അതുവഴി ഇന്ത്യയെ പടുത്തുയർത്താനും നമ്മുടെ പ്രവർത്തനങ്ങൾ കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ. എന്നാൽ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ബൈ ബൈ.